ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന GNM ആൻഡ് ANM കോഴ്സിന്റെ LBS വഴിയുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്നു. പല കുട്ടികളും പറഞ്ഞിരുന്നു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും തമ്മിൽ കുറച്ച് ഡിഫറൻസ് പലർക്കും വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അതോടൊപ്പം തന്നെ LBS വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം GNM ആൻഡ് ANM സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിന്റെ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. 23-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. അപേക്ഷാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ തങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് ടോക്കൺ ഫീ ഓൺലൈൻ മുഖേനയോ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ചോ സെപ്റ്റംബർ 25-നകം ഒടുക്കി അലോട്ട്മെന്റ് ഉറപ്പാക്കേണ്ടതാണ്. ഫീ ഒടുക്കാത്തവർക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറിയതിനു ശേഷം മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടയ്ക്കേണ്ട ടോക്കൺ ഫീ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കുക. ഇപ്പോൾ ഡയറക്റ്റ് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്മിഷൻ എടുക്കാനുള്ള ടൈം പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കാനുള്ള ടൈം തരികയുള്ളൂ. ഇനി രണ്ടാം ഘട്ട അലോട്ട്മെന്റിലേക്ക് ഓപ്ഷൻ പുനർക്രമീകരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നത് ഒരു 5-ാമത്തെ ഓപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുകളിലുള്ള ഓപ്ഷൻസിനെ മൂവ് ചെയ്യുകയാണ് വേണ്ടത്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് വേണം എന്നുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയാകും. അതുപോലെ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നമുക്ക് 3 രീതിയിലാണ് വരുന്നത്. സയൻസ് പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റും, അതുപോലെ നോൺ സയൻസ് ബാച്ച് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള റാങ്ക് ലിസ്റ്റും, അതുപോലെ ANM കോഴ്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ 3 ലൈൻസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. പല കുട്ടികളും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുകൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന പ്രസ് റിലീസും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് LBSലേക്ക് കോൺടാക്ട് ചെയ്ത് ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അലോട്ട്മെന്റ് നോക്കേണ്ടത് 3 ലൈൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടേക്ക് നിങ്ങൾക്ക് ANM കോഴ്സിന്റെയും GNM കോഴ്സസിന്റെയും ഏതൊക്കെ സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി സെപ്പറേറ്റ് നിങ്ങളത് മാത്രമായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ ഏതൊക്കെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ DV കാറ്റഗറിക്ക് ലാസ്റ്റ് 797.5 മാർക്കുള്ള സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ANMന്റെ ഇൻഡെക്സ് മാർക്ക് 1000-ലാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പല കുട്ടികൾക്കും ഡൗട്ട് തോന്നും 700 സംതിങ് ഒക്കെ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. പലരും ഡൗട്ട് ചോദിച്ചൊരു കാര്യവുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ANM ടോട്ടൽ 1000 മാർക്കിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി GNM കോഴ്സ് ഞാനിപ്പോൾ തിരുവനന്തപുരം ആണ് എടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ്. ഇവിടെ SC കാറ്റഗറിക്ക് എത്രത്തോളമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ചില കോളേജസിൽ SC മാത്രമായിരിക്കും എടുക്കുന്നത്, ചില കോളേജസിൽ ST സ്റ്റുഡൻസിനെ മാത്രമാണ്, ചില കോളേജസിൽ എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനെയും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കോളേജിൽ എത്രാമത്തെ ഇൻഡെക്സ് മാർക്കിന് ഏത് റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടുള്ളത് എന്നത് കമന്റ് സെക്ഷനിൽ പറയാം. കാരണം അത് ബേസ് ചെയ്ത് ബാക്കി അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾ ഉണ്ടാകും. അവർക്ക് ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യണമോ എന്നത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ കമന്റ് സെക്ഷനിൽ വന്ന് പറയാട്ടോ. പല കോളേജസിലും തന്നെ മെയിൽ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ മെയിൽ എന്ന് കൊടുത്തിരിക്കുന്നത് ആ ഒരു റിസർവേഷൻ സീറ്റിൽ എടുത്ത കുട്ടികളുടെയാണ്. 212 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് PD കോട്ടയാണ്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കോട്ടയിൽ വരുന്നതാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുമാണ്. അതുപോലെ SC കാറ്റഗറിയിൽ ഏതൊക്കെ സ്റ്റുഡൻസിനാണ് അവസാനം വരെ കിട്ടിയിട്ടുള്ളത് ഓരോ കോളേജിലും എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ നിങ്ങൾ
നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് നിങ്ങളത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്താൽ മതിയാകും. ഇതിൽ നിന്നും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതോടൊപ്പം ഇതുവരെയും കിട്ടാത്ത കുട്ടികൾ ഇവിടെ ഏതൊക്കെ സ്റ്റുഡൻസിനാണ് ലഭിച്ചിട്ടുള്ളത്, ഏത് മാർക്ക് അനുസരിച്ചാണ് ലഭിച്ചിട്ടുള്ളത് എന്നതൊക്കെ വളരെ കൃത്യമായി നോക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് നമുക്ക് അടുത്ത വേക്കൻസി ലിസ്റ്റ് വരുന്നതായിരിക്കും. അതായത് വേക്കൻസി സീറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉടനടി തന്നെ വേക്കൻസി ലിസ്റ്റും വരുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് വീഡിയോയിലൂടെ പറയുന്നതുമായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ പല കുട്ടികളും ചോദിക്കുന്നതാണ് ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഓരോ വീഡിയോസിലും പറയുന്നതാണ്. ഇപ്രാവശ്യം LBS വഴിയാണ് GNM ആൻഡ് ANM കോഴ്സിന്റെ അലോട്ട്മെന്റും അഡ്മിഷൻസും ഒക്കെ നടക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യം ഇപ്രാവശ്യം പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാത്തത്. പല കുട്ടികളും ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. കഴിഞ്ഞ വർഷം DHS ആൻഡ് DME വെബ്സൈറ്റ് വഴിയായിരുന്നു ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം LBS വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ആർക്കൊക്കെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടുള്ളത്, ഏത് കോളേജിലാണ് വന്നിട്ടുള്ളത് എന്നത് കമന്റ് സെക്ഷനിൽ പറയാം. അത് ബാക്കി കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ കിട്ടാത്ത കുട്ടികൾ ഉണ്ടാകും. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യണമോ എന്നുള്ളത് അവർക്ക് കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സീറ്റ് വാക്കൻസി ഇവിടെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ അടുത്ത് വരുന്നതായിരിക്കും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾ അടയ്ക്കേണ്ടത് ടോക്കൺ ഫീ എത്രയാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കേണ്ട പേയ്മെന്റ് എത്രയാണ് എന്നത് അവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു കോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പല കുട്ടികളുടെയും ഡൗട്ടാണ്, കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു കമന്റ് ആണ്, ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നില്ല, അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞ് നമ്മുടെ സൈറ്റിൽ തന്നെ 3 ലൈൻസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പറയുന്ന നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുകൂടി ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. കാരണം കമന്റ് സെക്ഷനിൽ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ഡൗട്ട് ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്ഡേഷൻസ് കറക്റ്റ് ടൈമിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പല കുട്ടികളും കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് അറിയാൻ പറ്റാത്തത് കൊണ്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.